വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്തുള്ള വിസ തട്ടിപ്പ്. അന്ന ഗ്രേസ് ഓസ്റ്റിൻ ഈ ഒരു പ്രൊഫൈൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ നോക്കിയാൽ മതി. പ്രൊഫൈൽ തന്നെ എഴുതിയിട്ടുണ്ട് സ്റ്റഡി അബ്രോഡ് ഫുഡ് ബ്ലോഗർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു മെയിൻ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഈ സ്റ്റഡി അബ്രോഡ് സ്കീം പരിപാടികളാണ്. ഇവർക്ക് തന്നെ ഒരു സെക്കൻഡറി പേജ് ഉണ്ട്, സ്റ്റഡി വിത്ത് അന്നൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് കാലിക്കറ്റ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു പേജുണ്ട്. സോ എനിക്ക് തോന്നുന്നത് അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ പോകുന്നത് സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോ പരിപാടി പ്രൊമോഷന് തന്നെ ഈ പറഞ്ഞ സ്റ്റഡി അബ്രോഡ് സ്കീമിൽ അവർ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ വേണ്ടി കുട്ടികൾക്ക് നിങ്ങൾക്ക് വിസ റെഡിയാക്കി തരാം, കോഴ്സുകൾ റെഡിയാക്കി തരാം. കുറേ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളും ഉണ്ട്. സോ ഇതൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിലൂടെ ഒരു കാര്യം ജനങ്ങളിലേക്ക്, ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഇങ്ങനത്തെ അബ്രോഡ് സ്റ്റഡീസ് ആണെങ്കിലും ഇല്ലെങ്കിൽ ഒരു ടൂർ ആൻഡ് ട്രാവൽ പാക്കേജ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വളരെയധികം ക്ലോസ് ടു ജനങ്ങൾ, അതാണ് നമ്മുടെ ഒരു സ്കീം. മനസ്സിലായോ? ഇപ്പോൾ സിനിമ സെലിബ്രിറ്റീസിനെ പോലെ, പൊളിറ്റിക്കൽ സെലിബ്രിറ്റീസിനെ പോലെ, ബിസിനസ് സെലിബ്രിറ്റീസിനെ പോലെ അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനക്കൂട്ടത്തിലെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടത്തിലൊരു വ്യക്തി, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും ക്ലോസ് ആണ്, ആളുകളായിട്ട് അത്രയും ക്ലോസാണ്. നമ്മളെ വ്യൂവർഷിപ്പ് നമ്മൾ അത്രയും വിശ്വസിച്ചിട്ടാണ് നമുക്ക് ഈ സ്നേഹം തരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളൊരു കാര്യം പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം അതിൻ്റെ ബാക്കിൽ നമ്മളെ കണ്ട് വിശ്വാസ്യതയുടെ മുഖമായിട്ട് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ മുഖവും നമ്മളെ ശബ്ദവുമാണ്. ഓക്കെ, അപ്പം നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം നമ്മളൊരു സാധനം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫേക്ക് അല്ല, സ്കാം അല്ല, ജെന്യുവിൻ ആണ്, ആളുകളുടെ പൈസ പോവില്ല, അവരെ ഹെൽത്ത് പോവില്ല എന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. എന്താണെങ്കിലും ഇതിലിപ്പോൾ ഇൻവോൾവ് ആയിട്ടുള്ളത് ഈ ഒരു ലേഡിയുടെ ഹസ്ബൻഡുമാണ്. കേസ് നമുക്ക് നോക്കാം. യു കെയിലേക്ക് കുടുംബ വിസ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തിരുവനന്തപുരം സ്വദേശിയിൽ നിന്നും 44 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. മുട്ടിൽ എടപ്പട്ടി കിഴക്കേപുരക്കൽ ജോൺസൺ സേവ്യറാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഇതിലെ കേസിലെ ഒന്നാം പ്രതി അന്ന ഗ്രേസ് ഓസ്റ്റിനാണ്, സേവ്യറിൻ്റെ ഭാര്യയാണ്. ഇവർ കോഴിക്കോട് ആസ്ഥാനമാക്കി നിലയുറപ്പിച്ചുകൊണ്ട് ഇവർ തട്ടിപ്പ് നടത്തിയെന്നുള്ളതാണ്. ഇൻസ്റ്റാഗ്രാമും അതോടൊപ്പം തന്നെ യൂട്യൂബും അത്തരത്തിലുള്ള നവമാധ്യമങ്ങളുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആളുകളെ ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഓട്ടിസം ബാധിച്ച കുട്ടിക്ക് യു കെയിൽ മികച്ച ചികിത്സാ സൗകര്യം ഒരുക്കി നൽകുമെന്നും കുടുംബത്തോടൊപ്പം അവിടെ താമസിക്കാമെന്നും പറഞ്ഞാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇവരുടെ വാക്ക് വിശ്വസിച്ച് പലരിൽ നിന്നും കടം വാങ്ങിയ തുകയാണ് ഈ ആളുകൾ ഇവർക്ക് കൈമാറിയിട്ടുള്ളതെന്നുള്ള വിവരം കൂടി പോലീസിൽ ലഭ്യമാകുന്നുണ്ട്. ഈ തട്ടിപ്പ് സംഘത്തിൽ വേറെയും ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് യു കെ കേന്ദ്രീകരിച്ച് പോലും മലയാളികളായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് അനുമാനിക്കുന്നുണ്ട്. എന്തായാലും ഇവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സ്ത്രീയെ തേടി അന്ന ഗ്രേസിനെ തേടിയുള്ള അന്വേഷണവും കൽപ്പറ്റ പോലീസ് നടത്തുന്നുണ്ട്. ഇതാണ് ന്യൂസ്. ഈ അന്ന ഗ്രേസിനെ തേടി പോലീസ് ഓടിക്കൊണ്ടിരിക്കുന്നു, അന്ന ഗ്രേസിനെ പോലീസ് തപ്പുന്നു, ഹസ്ബൻഡിനെ പിടിച്ചു എന്നൊക്കെ പറയുമ്പോഴും അന്ന ഗ്രേസ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവരുടെ വേർഷൻ അവർ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം എന്താണെങ്കിലും നടത്തുന്നുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഹായ്, രാവിലെ മുതലുള്ള വീഡിയോയ്ക്കിടയിലൊക്കെ ഭയങ്കര കമൻറ്റാണ്, ചേച്ചീന് ജയിലിൽ പോയി തിന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എവിടെയും പോയിട്ടില്ല, ഒരു ഒളിവിലും പോയിട്ടില്ല, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഇത് നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആളുകളോട് അയ്യോ അതങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എന്നെ വിശ്വസിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരോട് എനിക്കൊരു വാക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 26 ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിൻ ചെയ്തിരുന്നുണ്ട്. എല്ലാവരും എന്നെ സ്വൽപ്പത്തിൽ ആ വീഡിയോ പോയി കാണുക. ഒരു ചതിയുടെ കാര്യം മെൻഷൻ ചെയ്തുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമാണിതെല്ലാം. പിന്നെ മറ്റൊരു സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു ഫാമിലി വ്ളോഗറാണ്. അതിനകത്ത് എൻ്റെ അമ്മയുണ്ട്, എൻ്റെ മകളുണ്ട്, എൻ്റെ കൂടപ്പറപ്പുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്. ഒരിക്കലും എൻ്റെ അത്രയും വലിയൊരു സെൻസിറ്റീവ് പാർട്ടാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. അവരെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ഒരിക്കലും ഒരു തട്ടിപ്പ് നടത്തുകയോ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹം വരണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഒന്നും ചെയ്യുകയുമില്ല. അത് മാത്രം ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നു. പിന്നെ ഈ ഒരു FIR ഒക്കെ വീണ സമയം തൊട്ട് കുറച്ച് വീഡിയോ ചെയ്ത് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് വന്ന FIRകളാണ്. അതിന് ഇപ്പം എനിക്ക് കൂടുതൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റില്ല. പക്ഷേ അന്വേഷണം വന്ന ആ നാള് തൊട്ട് എന്നെല്ലാം എന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ടോ അവിടെ എപ്പോഴും ഞാൻ പോയി സഹകരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ വളരെ അവിചാരിതമായിട്ടാണ് ഒരു കാര്യത്തിലും പെടാത്ത എൻ്റെ ഹസ്ബൻഡിനെ ഇന്നലെ പോലീസ് കൊണ്ടുപോകുന്നതും പിന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നതും എല്ലാം. പക്ഷേ ഞാൻ ഇവിടെ ഒളിവിൽ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് തിന്നേണ്ടി വന്നാൽ അവിടെ ഞാൻ പോയി തിന്നുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പേടി എനിക്കില്ല. കാരണം
എന്താ ഞാൻ പറയാ, നമുക്ക് തെറ്റ് ചെയ്യാത്തവർക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും. ഈ ഓവർ കോൺഫിഡൻസ് ആണ് ഇന്ന് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ആവാനുള്ള കാരണം. നമ്മുടെ ഓവർ കോൺഫിഡൻസ് ആണ്. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ നമുക്കൊന്നും വരില്ല എന്നുള്ളൊരു വിശ്വാസം. ഓക്കെ, തെറ്റ് ചെയ്തവർക്ക് ഉള്ളിൽ ഭയം ഉണ്ടാവും, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് ഓരോ സ്റ്റെപ്പും തെറ്റ് ചെയ്യുമ്പോൾ കള്ളത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സ്റ്റെപ്പും അവരും എന്താ പറയുക ഭയങ്കര കരുതലോടുകൂടി ആയിരിക്കും. പക്ഷെ ഞാൻ ഓവർ കോൺഫിഡൻസിൽ ചെയ്തു പോയി, അതെൻ്റെ മിസ്റ്റേക്ക്. വിശ്വസിച്ചു പോയി, അതെൻ്റെ മിസ്റ്റേക്ക്. ഓക്കെ, എൻ്റെ കുടുംബം എനിക്ക് എത്ര വിലപ്പെട്ടതാണോ അതുപോലെ തന്നെ പല കുടുംബങ്ങളെ ഞാൻ വിശ്വസിച്ചു പോയി. മുമ്പിൽ വന്നെന്ന് കാര്യങ്ങൾ ദൈവം എന്തെങ്കിലും ചെയ്തു കൊടുക്കണമല്ലോ എന്ന എൻ്റെ ഒരു വൃത്തികെട്ട ചിന്താഗതിയാണ് ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചത്. എന്തായാലും എന്നെ വിശ്വസിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ കാത്തിരിക്കണം. ഈ കമന്റുകളും കാര്യങ്ങളൊക്കെ വന്നോട്ടെ, വാർത്തകൾ വന്നോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ കാത്തിരിക്കണം ഇതിൻ്റെ ഒരു പാർട്ട് അറിയാൻ വേണ്ടി. താങ്ക് യു സോ മച്ച്. ഇതാണ് ഇവരുടെ ഒരു ലൈറ്റ് എക്സ്പ്ലനേഷൻ. ഇത് കണ്ട് ഒരുപാട് വീഡിയോസ് അവർ ഇട്ടിട്ടുണ്ട്. ഇതിലവർ മെയിനായിട്ട് പറഞ്ഞ 1-2 കാര്യം, അവരുടെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ്. അവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കേസോ കാര്യങ്ങളോ വരില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് അവർ തന്നെ പറയുന്നുണ്ട്. അത് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഷോസ് ഈ പറഞ്ഞ ലേഡിയാണ് ഇതിലെ ഫസ്റ്റ് പ്രതി. ഇവർക്ക് മുൻകൂർ ജാമ്യമുണ്ട്. ഓൾറെഡി ഈ ഒരു കേസ് ഇവരുടെ പേരിൽ വരും എന്നുള്ളത് അറിയുന്നത് കൊണ്ട് ഇവർ ജാമ്യം എടുത്തു വെച്ചു. ഹസ്ബൻഡ് ത്രൂ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഹസ്ബൻഡിൻ്റെ ക്രെഡിറ്റ് കാർഡ് എങ്ങാണ്ട് ഉപയോഗിച്ചൊരു ഇൻഷുറൻസ് പേയ്മെൻറ്റ് നടത്തിയത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയിൽ ഹസ്ബൻഡിന് എന്താണെങ്കിലും പോലീസ് FIRൻ്റെ ഭാഗമാക്കി പൊക്കി. ഇവർ ഈ വന്ന് പറഞ്ഞ ഒരു നറേറ്റീവ് ഉണ്ട്. അതായത് കുറച്ച് കാലം മുമ്പ് ഞാനൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒക്ടോബർ 26, 2024. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ അന്ന് പറഞ്ഞതാണ് എനിക്കൊരു ചതി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ചതി പറ്റിയ കാര്യം ഞാൻ അന്ന് നിങ്ങളെ അറിയിച്ചതാണ്. ഇത് അതിൻ്റെ വാല് പിടിച്ച് വരുന്ന കാര്യമാണെന്നാണ് ഇവരുടെ ഏറ്റവും വലിയ എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുള്ളത്. എല്ലാം ഇവർക്ക് ചതി പറ്റി എന്ന് ഇവർ പറയുന്ന ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഇവരിതൊരു സർക്കാസ്റ്റിക് വേയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കുമ്പോൾ കുറേ പേർക്കൊന്നും സംഗതി മനസ്സിലായിട്ടില്ല. ഇത് കാണുമ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പാടായിരിക്കും. ഇന്നലെ ഒക്ടോബർ 25 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എൻ്റെ ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിച്ച് ഞാനിപ്പോൾ വയനാട്ടിലേക്ക് ഇന്ന് വന്നതേ ഉള്ളൂ. അവരെനിക്ക് ഗിഫ്റ്റായി തന്നതാണ് ഈ iPhone 16 Pro Max, അതുപോലെ തന്നെ ഈ ഡയമണ്ടിൻ്റെ നെക്ലേസ്. അങ്ങനെ 5 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഇത്തവണ എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയത്. പക്ഷേ ഇത് കുറഞ്ഞു പോയി. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ബർത്ത്ഡേ എൻ്റേത് ഞാനപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി ആഘോഷിച്ചത് കടവ് റിസോർട്ടിൽ വെച്ചായിരുന്നു കേട്ടോ. കൂടാതെ 2 കോടിയുടെ ക്യാഷ് ഗിഫ്റ്റാണ് എനിക്ക് തന്നത്. അത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവരാണ് എനിക്കിത് തന്നത്. അവരെനിക്ക് മനസ്സിലാക്കി തന്നത് എങ്ങനെ നമുക്ക് മറ്റുള്ളവരുടെ വിശ്വാസം മുതലെടുത്തുകൊണ്ട് പണം സമ്പാദിക്കാമെന്നും അതുപോലെ തന്നെ അത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കുതന്ത്രങ്ങൾ മെനയാമെന്നും കൂട്ടുനിന്നില്ലെങ്കിൽ ഏതെല്ലാം തരത്തിൽ ഭീഷണികൾ നേരിടേണ്ടി വരുമെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്നു കേട്ടോ. വളരെ കുറഞ്ഞ ഈ കാലയളവിനുള്ളിൽ എനിക്ക് ഇത്രയെല്ലാം മനസ്സിലാക്കി തരികയും അതോടൊപ്പം തന്നെ ഈ പണം ഉപയോഗിച്ച് എങ്ങനെ മറ്റുള്ളവരെ രാഷ്ട്രീയപരമായിട്ടും അതെല്ലാം എങ്ങനെ സ്വാധീനിക്കാമെന്നും അതിലൂടെ എങ്ങനെ ഇരകളെ പ്രതികളാക്കി മാറ്റാമെന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കി തന്നു. കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇത് വലിയൊരു തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവിൽ നിന്ന് നല്ലൊരു പാഠം ഉൾക്കൊണ്ട് ഇനി വരുന്ന ഓരോ ചുവടുവെപ്പുകളും വളരെ ശ്രദ്ധയോടുകൂടിയേ ഞാൻ മുമ്പോട്ട് പോവുകയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ ദ 2 കോടിയുടെ ക്യാഷ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, ഇതാണ് ഇവരുടെ സർക്കാസ്റ്റിക് വീഡിയോ. 2 കോടി കിട്ടി എന്നുള്ളതൊക്കെ സർക്കാസ് അടിച്ചാണ്. അതൊന്നും കിട്ടിയില്ല എന്നാണ് ഇവർ ബേസിക്കലി പറയുന്നത്. കിട്ടിയില്ല എന്ന് മാത്രമല്ല, കോടിക്കണക്കിന് രൂപ ഇവരിലൂടെ പിരിച്ചെടുത്ത് അല്ലെങ്കിൽ ഇവരെ മുന്നിൽ ഒരു പ്രൊജക്റ്റ് ചെയ്ത് ഒരു സോഷ്യൽ മീഡിയ ഫേസ് ആക്കി വെച്ചിട്ട് ആരൊക്കെയോ ഇവരെ പറ്റിച്ചു ഒരു കമ്പനി എന്നൊക്കെയാണ് ഇവർ അന്ന് ക്ലെയിം ചെയ്തതെന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ പുതിയ വീഡിയോ ഇട്ടപ്പോൾ അതിൽ പിൻ ചെയ്ത് വെച്ച വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയുന്നത്. സോ ബേസിക്കലി ഇവർ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഇവരൊരു സ്റ്റഡി അബ്രോഡ് കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു. അവർ വിസ തട്ടിപ്പ് നടത്തി. ഇവരിലൂടെയാണ് നാട്ടുകാർ ആ ഒരു കമ്പനിയിലേക്ക് എത്തിയത്. സോ ഇവരാണ് റെസ്പോൺസിബിലിറ്റി. ഇവരെ പറ്റിച്ചു. ഇതൊക്കെ സ്ഥിരം പറഞ്ഞു കേൾക്കുന്ന സ്കീമിനിടെ ഒരു സ്കാം നടന്നു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ആ കമ്പനി ഏതാണോ കമ്പനിക്കാരനാരോന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ മീഡിയേറ്ററായിട്ട് നിന്നിട്ടാണോ ഈ പരിപാടി ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ ചാനലിലൂടെയാണോ നാട്ടുകാർ ഈ വീഡിയോസ് കണ്ടിട്ടാണോ ആളുകൾക്ക് കൺവെർഷൻ വന്നിട്ടുള്ളത്? മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനത്തെ സ്റ്റഡി അബ്രോഡ് പോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൺവെർഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് നിങ്ങളെ കണ്ടുള്ള വിശ്വാസ്യതയിൽ ആളുകൾ വന്നിട്ട് മക്കളെ ചേർക്കുന്നു, അല്ലെങ്കിൽ അബ്രോഡ് ജോലിക്ക് വേണ്ടി നിങ്ങളോട് വിസ ചോദിക്കുന്നു. അപ്പോൾ നിങ്ങളതിനൊരു എമൗണ്ട് പറയുന്നു, ഒരു ടൈം ഫ്രെയിം പറയുന്നു, അതിനാവശ്യമുള്ള ഡോക്യുമെൻറ്റുകൾ ചോദിക്കുന്നു. നിങ്ങളാണ് അതിന് ഇടനിലക്കാരിയായിട്ട് നിൽക്കുന്നത്. സോ ആ നിങ്ങൾക്ക് ഒരു നിമിഷത്തിൽ തോന്നുകയാണ് നിങ്ങൾ ചതിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ ദാറ്റ് എക്സാക്ട് മൊമെൻറ്റിൽ നിങ്ങൾ കേസ് കൊടുക്കണം. ഓക്കെ, കേസ് കൊടുത്തതിന് ശേഷം നിങ്ങളെയും വഞ്ചിച്ചു,
നിങ്ങളിലൂടെ വന്ന ആളുകളെയും വഞ്ചിച്ചു എന്നുള്ളത് നിങ്ങൾ കേസായിട്ടിട്ട് കഴിഞ്ഞാൽ വേറെ സീനില്ലല്ലോ. പക്ഷെ ഇതിപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നപ്പോഴാണ് നിങ്ങൾ ആ ഒരു വീഡിയോനെ കുറിച്ച് പറയുന്നത്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ബൈറ്റ് എടുക്കാൻ ന്യൂസുകാർ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ടായിരുന്നു ഈ വ്യക്തി, എന്നിലൂടെയാണ് വീഡിയോ പോയത്, എന്നെ കണ്ടിട്ടാണ് ആൾക്കാർ പൈസ തന്നത്, പക്ഷേ എല്ലാം സെറ്റിൽ ഡൗൺ ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ ലെയിം എക്സ്പ്ലനേഷൻസ് ആണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഒരു 40-50 ലക്ഷത്തിൽ നിൽക്കുമെന്നുള്ളതും അറിയില്ല. കാരണം ഇവരുടെയൊക്കെ ഫേസ് പുറത്ത് വരുമ്പോഴായിരിക്കാം പല ആളുകളും ഇപ്പോൾ ഇവിടെ നിന്നാണ് കയറി ചെല്ലും ഇവരുടെ വാക്ക് കേട്ടിട്ട് അവിടെ ചെല്ലുമ്പോൾ ജോലി റെഡി ആയിരിക്കില്ല. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉള്ളവരുണ്ടാവാം. ചിലപ്പോൾ അവരിപ്പോൾ സെറ്റിൽ ഡൗൺ ആയതിനു ശേഷം ഇനിയിപ്പോൾ എന്തിനാ വെറുതെ നാട്ടുകാരെയും കൂടി അറിയിക്കേണ്ട ആവശ്യമുള്ളത്, ഞാനൊരു ചതിപ്പെട്ടിട്ടാണ് ഇവിടെ വന്നതെന്നുള്ളത് കൊണ്ട് മിണ്ടാതിരിക്കുന്നവരുണ്ടാവാം. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട്. എന്താണെങ്കിലും പരാതിക്കാരിയായ രണ്ട് ലേഡീസ് ഉണ്ട്. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് നമുക്ക് നോക്കാം. സോഷ്യൽ മീഡിയ വഴി ഇവരെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇവർ പറഞ്ഞ് ഞാൻ വർക്ക് വിസ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകാൻ നല്ലൊരു ഇതാണ്, കാരണം അവിടെ ചെന്നാൽ കൊച്ചുങ്ങളെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, പിന്നെ നിങ്ങൾക്ക് 2 പേർക്കും ജോലി ചെയ്യാം, അപ്പോൾ നല്ല പൈസ കിട്ടും എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞത്. ഞങ്ങളെ വിശ്വസിപ്പിച്ച് ഞങ്ങളെ കയ്യിൽ നിന്ന് പല തവണകളിലായിട്ടാണ് ഈ പൈസകൾ വാങ്ങിച്ചത്. GSTയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് കയ്യിൽ തന്നാൽ മതി എന്ന് പറഞ്ഞാണ് വാങ്ങിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ GST കാണിക്കണം, അതുകൊണ്ട് നിങ്ങൾക്കും കാണിക്കേണ്ടി വരും നമുക്കും കാണിക്കേണ്ടി വരും, അതുകൊണ്ട് കയ്യിൽ തന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിൽ പൈസ എല്ലാവരെയും കയ്യിലാണ് വാങ്ങിക്കുന്നത്. എന്നെ ഡോക്യുമെൻറ്റ്സ് വേണം എന്ന് പറഞ്ഞാണ് ഇവർ നമ്മളെ സമീപിക്കുന്നത്. നിങ്ങൾ ഇത്ര ലക്ഷം രൂപ തന്നാൽ മതി, വേറെ ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് വരെ അവർ എഡിറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അവർ. എന്നിട്ട് ഞങ്ങളെ ഭാഗത്തെ ഫോൾട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് വിസ കിട്ടാത്തത് എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു ഒരു ചില്ലി കാശ് പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഇനി ഈ കടമില്ല എങ്ങനെ വീട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഇവർ പറഞ്ഞു അന്ന ചേച്ചി ഒരു ഓപ്ഷൻ പറഞ്ഞു തരാം, ഹസ്ബൻഡിനെ ഓസ്ട്രേലിയ വിടാമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ പൈസ പറഞ്ഞു ഒത്തിരി പൈസ നിങ്ങൾ ആരെയെങ്കിലും മറിച്ച് താ, 1 മാസം കൊണ്ട് നിങ്ങൾക്ക് പോവാം, അവിടെ ചെന്ന് ജോലി ചെയ്താൽ മാസം 3 ലക്ഷം രൂപ കൂടുതൽ സാലറി കിട്ടും, അപ്പോൾ നിങ്ങൾക്ക് 2-3 മാസം കൊണ്ട് ഈ ജോലി ചെയ്ത് കടം വീട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി പൈസ അപ്പോൾ ഞങ്ങളൊരു 6 ലക്ഷം രൂപ കൊടുത്തു. അങ്ങനെ വഴക്കായി സംസാരമായി. അപ്പോൾ പറഞ്ഞ് നീ ഇനി ഏത് പോലീസിലായാലും ശരി ഏത് കോടതിയിൽ പോയാലും നിനക്കൊരു നയാ പൈസ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്. എൻ്റെ 19 ലക്ഷത്തിന് മുകളിൽ പൈസയാണ് അവർ തട്ടിയെടുത്തത്. അവരുടെ പിന്നെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് നമ്മളവിടെ കോൺടാക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് അവർ തന്നെയാണ് വീഡിയോ ചെയ്ത് വിസ ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് നമ്മളുമായിട്ട് സംസാരിക്കുന്നത്. ഈ പൈസ അപ്പോൾ പൈസയുടെ കാര്യത്തിൽ ഇവർ ഒരു 3-4 അക്കൗണ്ടുകൾ തന്നിട്ട് അതിലിടാൻ പറയും. പക്ഷെ അന്നും നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് ഈ പലരുടെ അക്കൗണ്ടുകളിടുന്നത് സാധാരണ കമ്പനി അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ അക്കൗണ്ടിലോട്ടല്ലേ ഇടുന്നത്. അപ്പോൾ അവർ പറയുന്നത് GSTയുടെ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് 45 ദിവസം കൊണ്ട് കയറി പോവാം, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ അക്കൗണ്ടുകളിലൊക്കെ ഇടുന്നത്. 3 അക്കൗണ്ടുകളിലായിട്ടാണ് ഞങ്ങൾ പൈസ ഇടുന്നത്. പിന്നെ അവരൊരു 10 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അതിന് ഞങ്ങൾ ലോൺ എടുത്ത് കൊടുത്ത പൈസയാണ്. കയ്യിൽ വാങ്ങിച്ചതാണ്. എൻ്റെ ഹസ്ബൻഡ് എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവരുടെ ഒരു ചേച്ചിയുടെ മകളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് ആ പൈസ കൊടുത്ത് അവരുടെ അത്രയും വലിയൊരു തുക അവരുടെ കൈ കൊടുത്തിട്ട് തനിച്ച് പോകണ്ടല്ലോ എന്ന് വെച്ച് ഹസ്ബൻഡ് കൂടെ പോയി. അവരൊരു അവരുടെ ചേച്ചിയുടെ ഫ്ലാറ്റിലോട്ടാണ് കയറിപ്പോയത്. ഈ 45 ദിവസമായിട്ടും നടക്കുന്നില്ല ഒന്നും. ഇവരിങ്ങനെ ഓരോ ദിവസവും ഓരോ എക്സ്ക്യൂസുകളാണ് പറയുന്നത്. സർട്ടിഫിക്കറ്റ് വരെ ഉടായ്പിൽ ഉണ്ടാക്കി തരുന്ന ടീമിന് എന്ത് വിശ്വാസത്തിൻ്റെ മുകളിലാണോ ഈ കാശൊക്കെ ഈ ചേച്ചി എടുത്തു കൊടുത്തത്? പിന്നെ എല്ലാവരും വിശ്വാസമാണല്ലോ, അതുകൊണ്ട് ചെയ്തതായിരിക്കണം. എന്താണെങ്കിലും കാശ് കൊടുത്തു, ലാസ്റ്റ് വിസയില്ല, ഒന്നുമില്ല, കാശും ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയിലായിരിക്കണം മേ ബി ഇപ്പോൾ ഈ കേസും കൂട്ടവും കാര്യങ്ങളും മീഡിയ അറ്റൻഷനും പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. എന്താണെങ്കിലും ഇവർ ഈ പറഞ്ഞ കാര്യം, അതായത് ഡോക്യുമെൻറ്റ്സ് വരെ ഫേക്കായിട്ട് ചെയ്യുന്ന ആളുകളാണ് ഇവർ. സോ അതുകൊണ്ട് ലൈക്ക് എന്താ പറയുക, അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ അതാ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഭാഗത്തും തെറ്റില്ലേ, കൊടുക്കുന്ന ആളുകളുടെ ഭാഗത്തും തെറ്റുണ്ടല്ലോ. തെറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല. ഓക്കെ, അവരങ്ങനെ ഉടായ്പ കാണിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളോടും അതേ ഉടായ്പ തിരിച്ച് കാണിക്കുന്നുള്ളത് കോമൺ സെൻസ് അല്ലേ? ആ ബോധം നിങ്ങൾക്ക് വേണം. അതുണ്ടായില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കഥ. ഇനിയിപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ കുറേ പേര് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവർ എല്ലാ ന്യൂസ് ചാനലിലും എല്ലാ സ്ഥലങ്ങളിലും പറയുന്ന അല്ലെങ്കിൽ ഇവർക്കെതിരെ പരാതി കൊടുക്കുന്ന ആളുകളൊക്കെ ഇതേ ഒരു സംഗതി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരെ വിശ്വസിച്ചു ഇവർക്ക് കുറേ ആളുകളുടെ ഏതൊക്കെയോ റാൻഡം പീപ്പിൾസിൻ്റെ അക്കൗണ്ട് നമ്പർ തരും. ഞാൻ ആലോചിച്ച് നോക്കുന്നത്, ഒരു കമ്പനിയാണ്, ഇപ്പോൾ ഒരു ലേഡി ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആളാണെന്നുണ്ടെങ്കിലോ വന്ന് ഒരു വീഡിയോ ഇടുകയാണ്, സ്റ്റഡി അബ്രോഡ് ഓർ
നിങ്ങൾക്കൊരു വർക്ക് വിസ വേറൊരു രാജ്യത്ത് തരാം, അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡിനെ കൂട്ടിക്കോ, നിങ്ങൾക്ക് വിസ തരാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അയാളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങൾക്കൊരു പ്രോപ്പർ ചാനലിലൂടെ, ഒരു പ്രോപ്പർ ചാനലിലൂടെ നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ അക്കൗണ്ട് നമ്പർ ഇട്ട് തരാതെ പല കമ്പനികളുടെ അല്ലെങ്കിൽ പല വ്യക്തികളുടെ അക്കൗണ്ട് നമ്പർ ഇട്ട് തന്ന് GST വെട്ടിക്കാനാന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നാളെ ഒരു കേസായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഊമ്പി തെറ്റിയിരിക്കും. കാരണം GST വെട്ടിക്കാൻ നിങ്ങളും കൂട്ട് നിൽക്കുകയാണ് അവിടെ. മനസ്സിലായോ? പ്രോപ്പർ ചാനലിൽ ഒരു കമ്പനി ത്രൂ നിങ്ങൾക്ക് പൈസ ഇട്ട് കൊടുക്കാൻ പറ്റാത്ത എങ്ങനെ വിശ്വസിക്കണ്ടേ നിങ്ങൾ? ഞാൻ അത് ആലോചിച്ച് നോക്കുന്നു. ഇവിടെ പകുതി പൈസയ്ക്ക് സ്കൂട്ടർ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ച് പോയ ആൾക്കാരപ്പോൾ ഇതൊക്കെ വിശ്വസിക്കാൻ എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഇനി ഈ ലേഡിയുടെ എക്സ്പ്ലനേഷൻ കണ്ടവാനുണ്ട് കേട്ടോ. ഈ ലേഡി റിപ്പോർട്ടറിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ സ്വന്തം ചാനലിൽ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ എൻഡ് ഓഫ് ദ ഡേ നടക്കാൻ പോണ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് അവിടുന്ന് അല്ലെങ്കിൽ ഉണ്ടാക്കിയ പൈസ എല്ലാം ഇവർ കുറച്ച് വർഷങ്ങളായി തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഈ ഒരു സ്റ്റഡി അബ്രോഡ് പരിപാടി 2021-22 മുതലൊക്കെ തുടങ്ങിയെന്നാണ് എനിക്ക് പേഴ്സണലി അറിയാൻ കഴിഞ്ഞത്. ആൻഡ് ഇവർ UK ഭയങ്കര സംഭവമായിട്ട് പറയുന്നു, ഇവരെ മകളെ പഠിപ്പിക്കുന്നത് ഓസ്ട്രേലിയയിലേക്കാണ്. നമുക്കതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ലേ, നമ്മളതിലേക്കൊന്നും ഇല്ല. എനിക്ക് ഇതിൽ പേഴ്സണലി പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങളൊരു ചതിയിലേക്കാണോ പോണത് എന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. മനസ്സിലായോ? കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോധം വേണം. അതിനകത്ത് ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ, പൈസ ചോദിക്കുമ്പോൾ ഒന്നിലേക്ക് കയ്യിൽ തരണം, അല്ലെങ്കിൽ വേറെ ഇൻഡിവിജ്വൽസിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടണം, GST വെട്ടിക്കണം എന്ന് പറയുന്ന ആളുകൾ, അവർ ഉടായ്പാണ് തുടക്കത്തിൽ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്നിട്ടും ആ ഉടായ്പിലേക്ക് ഞാൻ റെഡി ഫോർ ദ ഉടായ്പ്, എന്നെ പറ്റിക്കൂ എന്ന് പറഞ്ഞ് പോകുന്ന ആളുകളോട് എന്ത് പറയാനാണ്? ഇവരുടെ കുറേ എക്സ്പ്ലനേഷൻ ഉണ്ട്, അതിൽ കുറച്ച് കേൾക്കാം. വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആളുകൾ പോയി ഇതൊരു കമ്മീഷൻ അങ്ങനത്തെ ഇതിൽ ചെയ്ത് കൊടുത്തതല്ല സത്യത്തിൽ. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസ് പോകുന്നു, സ്റ്റുഡൻസിൻ്റെ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നല്ല വാങ്ങാം, നമുക്ക് യൂണിവേഴ്സിറ്റിയാണ് കമ്മീഷൻ തരിക. പക്ഷേ വർക്ക് വിസ എന്ന് പറയുമ്പോൾ അതിന് ഒരു ഏജൻറ്റാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഏജൻറ്റ്മാർ, പക്ഷേ ഇതിനെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം എനിക്ക് വർക്ക് വിസയിൽ അത്ര വലിയൊരു ഇതില്ല. എനിക്ക് ലൈസൻസ് ഉള്ളത് 9 ലക്ഷം രൂപയുടെ കണക്കാണ് അന്ന പറയുന്നത്. പക്ഷേ 44 ലക്ഷം രൂപ, 42 ലക്ഷം എന്ന് FIRലുണ്ട്. ഈ 44 ലക്ഷം രൂപ പിന്നെ എങ്ങനെയാണ് ഈ പരാതിയിൽ വരുന്നത്? എനിക്ക് ഇതിൽ പോയപ്പോഴാണ്, അതായത് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് ആര്യൻ ഞാനുമായിട്ട് ഞാൻ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ആര്യ നീ എൻ്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ അക്കൗണ്ട് ഹോൾഡറുടെ വീട്ടിൽ പോകാം, നമുക്കത് ആ പൈസ വാങ്ങിയെടുക്കാം, ഫുള്ള് സപ്പോർട്ട് തരാം എന്ന് ഞാൻ ആര്യനെ അറിയിച്ചിരുന്നതാണ്. കാരണം ബാക്കി എല്ലാവർക്കും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് മാക്സിമം എമൗണ്ട് വാങ്ങിക്കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഈ ബിബിൻ ജോർജിനെതിരെ അവരുടെ ഓഫീസിൻ്റെ അടുത്തുള്ള നടക്കാവ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് എടുത്ത പോലീസുകാർക്ക് ഇത് അതിന് വലിയ നെവർ മൈൻഡ് ചെയ്തു. പിന്നെ CMന് കൊടുത്തു ആ കംപ്ലയിൻറ്റുകളും, അതുപോലെ ബിബിൻ ജോർജിൻ്റെ പേരിൽ FIR ഇപ്പം ഉണ്ട്. പിന്നെ എല്ലാത്തിലും ഇപ്പം 3 FIR എൻ്റെ പേരിലുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഒന്നും ഞാൻ വാങ്ങി എന്നുള്ളതല്ല, ഞാൻ കണക്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും വരുമല്ലോ. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, എൻ്റെ വീഡിയോ കണ്ടിട്ട് പോയി എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അവർക്കും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കാണെങ്കിൽ ഈ പൈസ വാങ്ങിയെടുക്കൽ മുഴുവൻ സപ്പോർട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും ഈ എമൗണ്ടിനുള്ള സപ്പോർട്ട് ഞാൻ ചെയ്തു കൊടുക്കും. 9 ലക്ഷത്തിന് സപ്പോർട്ടല്ല, ബാക്കി തുകകൾ എന്ത് പറ്റിയെന്നുള്ളതാണ് ബാക്കിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 17 ലക്ഷം രൂപ ഇവരൊരു കൊല്ലം സ്വദേശിയുടെ അക്കൗണ്ടിൽ UK വിസയ്ക്ക് വേണ്ടി കൊടുത്തതാണ്. ഈ കൊടുത്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ കൊല്ലം സ്വദേശി കൊടുത്ത, അത് വെച്ചാൽ കൊല്ലം സ്വദേശിയാണെങ്കിൽ ആൾ UK-ലാണ് കൊടുത്ത പ്രോപ്പറായിട്ട്, അതായത് ജെന്യൂൻ COIS ഇവർക്ക് എടുത്തു കൊടുത്തു. പക്ഷേ അത് ഞാനും കണ്ടതാണ്, എനിക്കും മനസ്സിലാവും. വിസ പ്രോസസ്സിങ്ങിനാണെങ്കിലും ഞാനാണ് ഹെൽപ്പ് ചെയ്തത്. വിസ പ്രോസസ്സിങ്ങിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ COISൽ ബാനാണ് വന്നത്. കാരണം ഇവരുടെ ഫോർജറി ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ ഇത് ഞാൻ തരുന്നുണ്ട്. അതായത് ഇവരുടെ ഡോക്യുമെൻറ്റ് ഫേക്ക് ആയത് കാരണം ഇവർക്ക് UK ഗവൺമെൻറ് എന്ത് ചെയ്തു, ഇവരുടെ വിസ ബാൻ, ഇവരെ 10 വർഷത്തേക്ക് ബാൻ ചെയ്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇതിലുള്ള റോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് UK പോകണമെങ്കിൽ ഒരു IHS അടയ്ക്കണം, ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് അടയ്ക്കണം. അപ്പോൾ അന്നപ്പോൾ അവരുടെ കാർഡിൽ പോകുമായിരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഓൾറെഡി പൈസ പോയിരിക്കുകയാണല്ലോ 9 ലക്ഷം. ആ ഒരു ഇതിൽ എന്താണ്, നമ്മൾ തമ്മിലൊരു എല്ലാവരും ഒരു ഫാമിലിനെ മാതിരിയായിരുന്നു പിന്നീട് അങ്ങോട്ട് ബിബിനെതിരെ ഈ ഫണ്ട് വാങ്ങിയെടുക്കുന്നതിൽ സഹകരിച്ചിരുന്നത്. അപ്പം ആര് പറഞ്ഞതാണ്, എനിക്ക് ഇനിയും ഫണ്ട് മുടക്കുന്നതിന് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ കൊല്ലം സ്വദേശീൻ്റെ ആയിട്ട് ചെയ്യുന്നത്. അയാൾ കൊടുത്ത COIS ജെന്യൂനാണ്, പക്ഷേ ഇവരുടെ ഡോക്യുമെൻറ്റ് ഫേക്ക് ആയതാണ് പോയത്. അതിൽ എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടായിരുന്ന റോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് അടയ്ക്കാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡ് വേണമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഓൾറെഡി എൻ്റെ പോകുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ഹസ്ബൻഡിന് എപ്പോഴെങ്കിലുമൊക്കെ നിർബന്ധിക്കുമ്പോൾ ഹസ്ബൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, പുള്ളിക്ക് താല്പര്യമില്ലെങ്കിലും. ഇതും അതുപോലെ IHS അടയ്ക്കാൻ വേണ്ടി ചെയ്തു കൊടുത്തതാണ്. റിട്ടേൺ വന്നപ്പോൾ തിരിച്ചു കൊടുത്തിരുന്നു. റിട്ടേൺ വന്ന സമയത്ത് വേറൊരാളുമായിട്ട് എന്താണ് ഓസ്ട്രേലിയൻ വിസേൻ്റെ പ്രോസസ്സ് ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കമ്പൽ ചെയ്തുകൊണ്ടിരുന്നു വേഗം പൈസ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ അക്കൗണ്ട് നമ്പറും പുള്ളിക്കാരിയാണ് നമുക്ക് അയച്ചു തന്നത്. അപ്പം ഈ ഒരു എമൗണ്ട് ആ റീഫണ്ട് വന്ന അന്ന് തന്നെ ബെനിഫിഷ്യറി ആഡ് ചെയ്തൊക്കെ ചെയ്യേണ്ട ഒരു താമസമുള്ളതാണ്. ആ അക്കൗണ്ടിലേക്ക് നമ്മൾ റീഫണ്ട് കൊടുത്താണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തരാം, തിരിച്ചു കൊടുത്തതാണ്. ഓക്കെ, എന്താണെങ്കിലും ഈ ലേഡീൻ്റെ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് ഇവർ പറയുന്നത് ഇവർ മുൻകൈ എടുത്തു, ഇവരെ പറ്റിച്ച ആളെ ബാക്കി ഇവരിലൂടെ വന്ന ആളുകളെ പരിചയപ്പെടുത്തി കൊടുത്തു, അങ്ങനെയൊക്കെയാണ് ഇവരുടെ പരിപാടികൾ ഇവർ പറയുന്നത്. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്,
ഇവരെ കണ്ട് പൈസ കൊടുത്ത അല്ലെങ്കിൽ ഇവരിലൂടെ ഈ വിസ മേടിക്കണം അല്ലെങ്കിൽ ഇവരിലൂടെ പുറത്ത് രാജ്യത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഇവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ ഫേസിൽ എവിടെയും ഈ പറഞ്ഞ ആളുകൾക്കൊന്നും നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളെ കുടുംബ സുഹൃത്തിനെയോ അല്ലെങ്കിൽ ഈ കമ്പനിയോ നിങ്ങൾ പരിചയപ്പെടുത്തി കാണില്ല. ഇഷ്യൂസ് ഉണ്ടായതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ പറഞ്ഞ കമ്പനിയോ വ്യക്തിയോ ഒക്കെ നിങ്ങൾ അവരെ പരിചയപ്പെടുത്തി കൊടുത്തതും ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. അതങ്ങനെയാണ്, മനസ്സിലായോ? അതങ്ങനെയാണ്. കാരണം ഇവരിലൂടെ വരുന്നു. അപ്പോൾ ആ ടൈമിലെല്ലാം നിങ്ങളായിരുന്നു, നിങ്ങൾ പറ്റിക്കപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളിലൂടെ വന്ന ആളുകൾ പറ്റിക്കപ്പെട്ടു എന്ന് അറിയുമ്പോൾ ഓബിയസ്ലി നിങ്ങൾക്ക് വേറെ വഴിയില്ല, നിങ്ങൾ മാറിയിട്ട് നിങ്ങളെ പറ്റിച്ചു എന്നുള്ള അവരെ എക്സ്പോസ് ചെയ്യുക എന്നുള്ള പരിപാടി. ആ സെയിം പരിപാടിയുടെ ആളെ കൂട്ടിയിട്ട് ഇവരെ അവിടെ പോയി ചെയ്തു എന്നൊക്കെയാണ് ഇവരുടെ പരിപാടി. അങ്ങനെ ചെയ്ത് അതിനൊരു സെറ്റിൽമെൻറ്റ് രീതിയുടെ ഒരു സെറ്റിൽമെൻറ്റ് ഫേസിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇത് കേസോ കൂട്ടോ ഈ വിഷയങ്ങളോ ആവുമായിരുന്നു. കംപ്ലീറ്റ് സെറ്റിൽമെൻറ്റ് അവിടെ നടന്നിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു ഫേസിലേക്ക് ഈ ഒരു കേസ് വരില്ലായിരുന്നു. അപ്പോൾ അവിടെ അതിനർത്ഥം എന്താ? കാശ് നഷ്ടപ്പെട്ടവർക്ക് ഇപ്പോഴും കാശ് തിരിച്ച് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് കേസും കൂട്ടവും കാര്യങ്ങളുമായിട്ട് മീഡിയയിലടക്കം ഈ സംഗതി വന്നത്. നമ്മളൊരു സാധനം, ഇത് ഒന്നുമില്ല, ഇത് സിമ്പിൾ പരിപാടിയാണ്. ഇതിനകത്ത് വലിയ കോംപ്ലിക്കേഷനൊന്നും ആക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്, വളരെ ആക്റ്റീവാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ജനങ്ങൾ ഒരുപാട് നമ്മളെ കൂടെ ഉണ്ടെന്നുള്ള ബോധം നമുക്ക് വേണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തി, നമ്മളൊരു പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോഷൻ ചെയ്യരുതെന്ന് ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ചെയ്യും. പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊമോഷൻ ചെയ്യുന്ന പ്രൊഡക്റ്റോ ആ പ്രൊമോഷൻ ചെയ്യുന്ന ആ ഒരു സംഗതി എന്തോ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ആളുകൾക്ക് ബെനിഫിറ്റബിൾ ആവണം. മനസ്സിലായോ? ആളുകൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളാവണം. ഫൈൻ. പിന്നെ ഈ എബ്രോഡ് സ്റ്റഡീസ് അല്ലെങ്കിൽ വിസ പരിപാടികൾ, വിദേശ ജോലി, ഇതിനൊക്കെ സർക്കാരിൻ്റെ ഗൈഡൻസും സർക്കാരിൻ്റേതായിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസും അതിനകത്ത് കുറേ ലിസ്റ്റഡ് കമ്പനീസും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് മതി ഈ വിദേശത്ത് പോകുന്നവരൊക്കെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് ചാടിക്കയറി പോകുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് കൃത്യമായ മാർഗ്ഗരേഖ ഉണ്ടായിരുന്നു. പ്രൊമോഷനാണെങ്കിൽ പ്രൊമോഷനായിട്ട് തന്നെ ചെയ്യണം. പ്രൊമോഷൻ്റെ രീതികളിൽ ഒരുപാട് ഇപ്പോൾ GST അടക്കമുള്ള സംഗതികൾ അടച്ചിട്ട് തന്നെ വേണം പ്രൊമോഷൻ ചെയ്യാൻ എന്നൊക്കെയുള്ള കുറേ ഗൈഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാറ്റി പറന്നു പോയി എന്നാണ് എനിക്ക് പേഴ്സണലി അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ അത് നിലനിൽക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും ഒരു പിടുത്തമില്ല. അതിൻ്റെ പേരിൽ ആരെങ്കിലും പീനലൈസ് ചെയ്തിട്ടുണ്ടോ അതൊന്നും ഒരു പിടുത്തവും ഇല്ല. എന്താണെങ്കിലും എനിക്ക് എൻ്റെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങളെവിടെയെങ്കിലും ആരുടെയെങ്കിലും അല്ലെങ്കിൽ ഞാൻ തന്നെ ഈ ഭാവിയിൽ എന്തെങ്കിലും ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളൊരു 100 ആളോട് ചോദിക്കുക. 100 ആളോട് അതിൻ്റെ ഡൗട്ട്സ് ചോദിക്കുക. ആ പ്രൊഡക്റ്റ് എന്താ, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന പരിപാടി, അവൻ പ്രൊമോട്ട് ചെയ്ത ആ കമ്പനി എന്താണ് അതിൻ്റെ, നിങ്ങൾക്ക് ചോദിക്കാലോടെ. നിങ്ങൾക്ക് ചോദിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 പേരോട് ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളെ കോമൺ സെൻസ് വെച്ച് നിങ്ങൾ ഇതാക്കുക. ഇതിപ്പോൾ ആ ലേഡി, ആദ്യം കേസ് കൊടുത്ത ലേഡി തന്നെ പറയുന്നു ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുന്ന ആളുകളാണ് ഇവർ. പിന്നെ 2-3 ആളുടെ വേറെ ആളുടെ പേർക്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ പറഞ്ഞു. അവിടെ തന്നെ പൊളിഞ്ഞു സംഗതി ഉടായിപ്പാണെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ പിന്നെയും ഫർദറായിട്ട് വേറെന്തൊക്കെയോ സ്വപ്നം കണ്ടുകൊണ്ട് ഇല്ല എല്ലാത്തിനും അന്ന ചേച്ചി കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മണ്ടത്തരന്നേ അതിനകത്ത് പറയാനുള്ളൂ. വേറൊന്നും അതിനകത്തൊന്നും പറയാനില്ല. എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ പറ്റിക്കപ്പെടാൻ വേണ്ടിയുണ്ട്. ആളുകളെ പറ്റിക്കാൻ കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. ഇനി ഈ പറ്റിക്കപ്പെട്ടവരും പറ്റിച്ചവരുടെ ഇടയിൽ നിന്ന് മീഡിയേറ്റർ ആവാൻ വേണ്ടി വേറെ കുറേ ആളുകൾ നടക്കുന്നുണ്ട്. കൊള്ളാം, രസമാണ് എന്താണെങ്കിലും പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾ കാണുന്ന റീൽ ഈസ് നോട്ട് ദ റിയാലിറ്റി എന്താണെന്നുള്ളത് തൊട്ടും കണ്ടും കേട്ടുമൊക്കെ ശരിക്കറിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ കാശാണ്, നമ്മളെ സ്വപ്നങ്ങളാണ്, വേറൊരുത്തനെ പറ്റിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളല്ല. സോ മേക്ക് ഷുവർ ചെയ്യുക എല്ലാം പ്രോപ്പർ സംഗതികളാണ് എന്നുള്ളത്. അതിനുള്ള എല്ലാം നമ്മളെ കയ്യിലുണ്ട്. ഒരു വിരൽ തുമ്പിൽ തന്നെ നമുക്ക് എല്ലാം കിട്ടും. നമ്മൾ ചെക്ക് ചെയ്യാൻ പഠിക്കുക. എല്ലാ ചിരിക്കുന്ന മുഖങ്ങളും ചിലപ്പോൾ, അല്ലെങ്കിൽ എല്ലാ ഇങ്ങനത്തെ ഹാപ്പി ഫേസസും എപ്പോൾ അതിൻ്റെ ബാക്കിൽ എപ്പോഴും ചിലപ്പോൾ ഒരു ചതി കാണാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും അത്ര നിഷ്കളങ്കരാവണമെന്നൊന്നുമില്ല. അപ്പോൾ ആ ഒരു സാധനം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് സ്വയം മനസ്സിലാക്കി നമുക്ക് സോഷ്യൽ മീഡിയ വളരെ കൂളായിട്ട് ഉപയോഗിക്കാം. സോഷ്യൽ മീഡിയയിൽ വരുന്ന സർവീസുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് കോണ്ടൻറ് ക്രിയേറ്റേഴ്സ്, പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾ ചതിയിൽ പോയി പെടരുത്. കാരണം നിങ്ങൾ പോയി ചതിയിൽ പോയി പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കുന്ന വ്യൂവർഷിപ്പും അതേ ചതിക്കുഴിയിലേക്ക് തന്നെ പോകുന്നു. പക്ഷെ ആ വീണ വ്യൂവർഷിപ്പ് പിന്നെ കുത്തിന് പിടിക്കാൻ നിങ്ങളതായിരിക്കും. നിങ്ങളെ ചതിയിലിട്ടവരൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർ നിങ്ങളെ കഴുത്തിന് പിടിക്കും.
അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ നിങ്ങളും ശ്രദ്ധിക്കണം.